എന്താ കുഞ്ഞേ എന്തുവാ എന്താ കുഞ്ഞേ അമ്മയുടെ ഫോൺ തനിനിറക്കാരി അമ്മ തനിനിറക്കാരിയോ? ഇതൊക്കെ അവിടെ വന്നിട്ടത് ഈ സംസാരമാണോ മാമ ഞാൻ അവിടെ വന്ന് സംസാരിച്ചത്? ഞാൻ കന്നഡക്കാരിയാണോ? ഞാൻ ആരാണ് ശീലൻ അറിയാം ഞാൻ എവിടുത്തെയാണ് ശീലൻ അറിയാൻ ഞാൻ എവിടുത്തെയാണ് ഒരു പൈസ പോലും ഇവിടെ കറണ്ട് ബില്ല് പോലും 4 വർഷം ഇവിടെ താമസിച്ചു ഞാൻ 20 വർഷം വാങ്ങിച്ചിട്ടില്ല കേട്ടോ കേട്ടോ മാമ അവരുടെ സ്വഭാവം കൊണ്ടാ ഇതായത് അവർക്ക് ഇവരുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനാണ് ഞാൻ കന്നഡക്കാരിയാണ് 1.5 വർഷം അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല ഇവരാരാ മാമ അവർക്ക് ചെലവിന് കൊടുക്കാന് മാമ പറഞ്ഞ ഈ കവതകളൊക്കെ കേട്ടോ ഇപ്പൊ പറയാ വെച്ച് അവനെ ഞാനാണോ പറഞ്ഞത് അവനെ ഞാൻ ഭർത്താവാക്കി വെച്ചോണ്ടിരിക്കുന്നു പറഞ്ഞത് മാമ ഗുരുദേവന് സത്യമുണ്ട് കണ്ടോ മാമനെല്ലാം കേൾക്കല്ലേ ഇത് പറഞ്ഞത് ആണോ അല്ലയോ പിന്നെ ഇവന്റെ ഫോട്ടോ എന്റെ കിടപ്പുണ്ട് രാത്രി പാതിരാപ്പിച്ച് ഇവിടെ വന്ന് ഇതിന് 1 മണിക്ക് 2 മണിക്ക് പോയത് ഓൺലൈൻ ഇരിക്കുന്ന എന്ത് വന്നു പറഞ്ഞെന്തിനാ മാമ ഓൺലൈൻ ഇരിക്കുന്ന പറഞ്ഞോണ്ട് ഇവൻ ഈ വയ്യ പോയാൽ എനിക്ക് ഗർഭം ഉണ്ടാവും എന്ന് പറഞ്ഞെന്തിനാ ഇവൻ ഈ വയ്യ നടക്കുമ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാവുമോ ഞാൻ കന്നഡക്കാരിയാണ് അല്ല ഞാൻ കന്നഡക്കാരനെ മറ്റവനെ എല്ലാം പിടിക്കുക അവരുടെ മക്കളൊക്കെ പ്രശ്നത്തിൽ ഇത് രക്തം തിളയ്ക്കുമോ മറ്റു മാമൻ പറ എന്തോ അതൊന്നും ഇല്ല എന്റെ മക്കളെ ഞാനൊന്നും കേൾക്കത്ത് പോലുമില്ല പറയുന്നത് കേൾക്കത്തില്ല ഇതിനെ ഉണ്ടാക്കി തരണം മാമ എന്ത് പച്ചക്കറിയാണ് ഞങ്ങളെ വിളിക്കുന്ന എന്റെ അമ്മ 1967 എന്തോ പാലിന്റെ ഓൺലൈനിലേക്ക് മാമ കയറിയിരിക്കും അതിനെന്താ 1 മിനിറ്റ് കയറി ഇരിക്കും മാമ 1 മിനിറ്റ് ഇരിക്കും മാമ എനിക്ക് 60 ജോലി കിട്ടിയതാണ് എനിക്ക് പൂർണ്ണമായിട്ട് ഭാരതത്തിൽ ഇളങ്ങവും സ്ഥലത്തായിരുന്നു ജോലി കേട്ടോ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ഗവൺമെന്റ് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി കൊടുത്ത ഫലമാണ് അവിടെ വെച്ചാൽ വീട്ടിൽ അവർ ആ ക്രിസ്ത്യാനികളുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് കേട്ടോ എന്നിട്ട് എനിക്ക് 69 എനിക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന അതുവരെ അപേക്ഷ പോലും വാങ്ങിക്കത്തില്ലായിരുന്നു ഗവൺമെന്റിൽ നിന്ന് ആദ്യമായി കിട്ടിയത് ജോലി ഈ ബാലെന്ന് പറയുന്ന ആളിനെ മാമ എന്തുവാ ഇതുപോലും ഇല്ലായിരുന്നു അവരുടെ അച്ഛനെന്ന് പറഞ്ഞത് വലിയ ഓഫീസുകാരനായിരുന്നു ബാലിന്റെ പൈസ ഇല്ല സഹായിച്ചു അവന് അയാളെ ബാലൻ മുമ്പേ അങ്ങനെ പോയാൽ പ്രസംഗിക്കുന്നതിന് മുമ്പേ ഇപ്പോഴും അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല വലിയ ഓഫീസുകാരനാണ് സുകുമാരൻ എന്നാണ് പേര് എനിക്കറിയാൻ വയ്യ അവരുടെ അമ്മയ്ക്ക് പിന്നെ SNDP ചെലവ് കൊടുത്തത് ഈ അവരുടെ അമ്മയ്ക്ക് നാരായണി എന്നുണ്ട പേര് പക്ഷെ സഹായം ചെയ്തത് അങ്ങനെ 7 മക്കളുണ്ട് ഒരു പെണ്ണും 6 ആണും ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാത്യാനുവല്ലേ അറിയോ അന്ന് ഈ അണ്ണനും ചേട്ടനും പിന്നെ ഈ ബാലുവെല്ലാം ഒന്നിച്ച് പഠിച്ചു നടന്നതാണ് അതൊന്നും അറിയത്തില്ല എന്നിട്ട് ഏഴ് ജോലിയിൽ ഇരുന്ന സമയത്ത് ഞങ്ങൾ പോയി കാണണം അന്നേരം എല്ലാ കഥകളും പുള്ളിയും കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട് താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്നു ഇന്ന് 2015 ഡേറ്റ് ഉണ്ടല്ലേ മാമന് കണ്ടോ ഏതെന്തോ മാമ ഡേറ്റ് എത്ര മാമ 1/10/2020 ആണോ സമയമുണ്ടോ 1 മണി ഇവന്മാരെ ഇങ്ങനെ ആൾക്കാരെ വെട്ടി ഇതുപോലെ നിരന്തരം എന്റെ വീടിന്റെ മുന്നിൽ ആൾക്കാർ വരിക പോവുക ഇതുകൊണ്ടാണ് ഇതുവഴി പോകുന്നതല്ല ഇങ്ങോട്ട് വരുന്നതാണെന്നുള്ള ഇത് വെച്ചും നമ്മൾ പല രീതിയിൽ കഥകൾ ഉണ്ടാക്കുക അതുകൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ മാമ നമുക്ക് റൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വരുന്ന നല്ലത് പറയാനുള്ള റൈറ്റ് ഇല്ലയോ ഇത് കണ്ടോ പലരും വീട്ടിൽ കണ്ടോ മാമ ഇത് ഫുള്ള് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഓരോ അമ്മമാര് വരിക കണ്ടില്ലേ വന്നിരിക്കുന്നത് ഇങ്ങനെ നിരന്തരം നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു 2019 ഇത് തെളിവാണ് ആണോ മാമ ഇതുപോലെ വേണ്ട ഇവൻ രാത്രി നടക്കുന്നതാ പാതിരാത്രിക്ക് കേട്ടോ ഇവന്റെ ഈ വയ്യാന്ന് പറയുന്നതിന്റെ മോനുണ്ടല്ലോ ഈ വയ്യാന്ന് പറയുന്നത് നടക്കുന്ന പാതിരാത്രി 1 മണിക്ക് 2 മണിക്ക് ഈ വഴിപ്പോട്ട് നടക്കേണ്ട കാര്യം തോന്നുന്നു എന്നിട്ട് ഇവൻ കഥയുണ്ടാക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മാമ ഇങ്ങനെ അതാ
നിങ്ങളെല്ലാം കേൾക്കില്ലയോ ഈ കഴിക്കല് അത് പറഞ്ഞത് ഞാൻ ഭർത്താവാക്കി വെച്ചോണ്ടിരുന്നത് ഞാൻ ഇങ്ങോട്ട് പുകയടിക്കുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ എന്റെ അമ്മയുടെ ചോദിച്ചാൽ നമുക്ക് രാത്രി പാതിരാത്രിക്ക് വരെ പുക മണമാണോമേ മാമൻ ഇത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എനിക്ക് തെളിവുണ്ട് കണ്ടോ പുകയടിക്കുകയാണ് നമ്മളെ കൊല്ലാനും പല രീതിയിൽ ഇതാക്കാൻ ഇതിനെല്ലാം തെളിവുണ്ട് ഇതിൽ കാണിച്ചതിന് തെളിവുണ്ട് തെളിവില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല മാമ സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ എന്റെ ഗുരുദേവൻ സത്യം എന്റെ ഒരേ ഒരു കുഞ്ഞു സത്യം എന്റെ മരിച്ചുപോയ അച്ഛൻ സത്യം സത്യസന്ധവും കള്ളത്തരങ്ങൾ ഈ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ട് കള്ള ഒന്നും ചെയ്തിട്ടില്ല ഇതിന് തെളിവുണ്ട് മാമ ഉണ്ടല്ലോ മാമൻ കാണണം ഇവന്റെ കൊച്ചിനെ രാവിലെ എന്റെ ഓട്ടോ ഇവൻ ഇങ്ങനെ ശല്യം ചെയ്യുവാൻ നമ്മുടെ ക്യാമറയിൽ പല രീതിയിൽ നമ്മുടെ വീടിന്റെ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം തോന്നാ മാമന്റെ വീടിന്റെ മാമന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടു മാമൻ പറ എനിക്ക് 88 വയസ്സായിപ്പോ ഇനി മെയ് 8 88 വർഷം തികയുക ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കുറ്റമ്പോളെ ഒന്ന് കാണാൻ പോയി തൃശ്ശൂർ അവർക്ക് ജോലി ഒന്ന് കാണാൻ പോയിട്ട് 30 ദിവസം താമസിച്ചില്ല പെൻഷൻ നോക്കിയിട്ടാണ് പോയത് പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച 28-ാം തീയതി വന്നു കേട്ടോ ഞാൻ ഇത് തന്നല്ലോ ഉള്ളൂ എനിക്ക് അവിടെ കടന്നിട്ട് ഉറക്കം വരുന്നില്ല ഈ പൊതുവാൻ്റെ സ്ഥിതി അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് അവിടെ താമസിച്ചിട്ട് ഉറക്കം വരുന്നില്ല എൻ്റെ കൊച്ചുമോൾ പറയാൻ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ പോവാം ഞാൻ ഈ പോകും അവര് 2 പെൺപിള്ളേരാണ് ഉള്ളത് അവളെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അവള് PhD കാര്യമാണ് പിന്നെ ഞാൻ എൻ്റെ 2 മക്കളെയും പഠിപ്പിച്ചു അപ്പൊ ഇവിടെ SSLC പഠിപ്പിച്ചു അവളെ PhD വേണം പഠിപ്പിച്ചു ഒരുപാട് കാഴ്ചകൾ നോക്കിയാണ് ഇതൊക്കെ 103 പാട്ട് സ്വർണ്ണം കൊടുക്കുന്നവരെ പഠിപ്പിച്ചത് പക്ഷെ എൻ്റെ കുട്ടികൾക്ക് 28 സ്വർണ്ണം കൊടുത്തു അങ്ങനെയുള്ളതൊന്നും കാലം കാശനുസരിച്ച് ഒരു കാറും അതൊക്കെ ഓൾട്ടോ കൊടുത്തു എനിക്ക് സെൻഡ് ചെയ്യാൻ ഓട്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ 2 ദിവസം എന്നെ കഴിയുന്ന പോലെ പിന്നെ പെൻഷൻ 93 അന്ന് മുതൽ എന്നെ ഇത് പറമ്പ് നോക്കിയാൽ മതി ഞാൻ അവിടെ പറഞ്ഞു എല്ലാവരും പറയും കടന്നു കൊടുക്കാൻ അതുപോലെ വൃത്തിയാക്കിയ ഞാൻ ഒരിക്കലും വിഷമിപ്പിച്ചില്ല മതി ഇപ്പോഴാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത് ഇപ്പോഴും രാവിലെ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ട് കുടിച്ചു എല്ലാ പത്രങ്ങളും കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്കൂളിൽ എന്നെ പറ്റി ചോദിച്ചാൽ നമ്മള് കഴിവതും അവിടെ നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്തോ രണ്ടുപേരുടെ അനാവശ്യം പറയാ നിന്റെ ഭർത്താവ് എന്തിയടി ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എന്നെ കുറിച്ച് കഥ ഉണ്ടാക്കണം അത് നടക്കത്തില്ല അണ്ണ ആരായാലും എന്നെ കുറിച്ച് എന്തൊക്കെയോ നാടകങ്ങൾ ഉണ്ടാക്കുക എന്നെ ക്യാമറ ഓഫ് ചെയ്യുക ഇനിയിപ്പോ നമ്മള് കഴിഞ്ഞ കാര്യങ്ങളോ അതൊന്നും ഏതാണ്ട് ലാഭം വന്നിരുന്ന ഞാൻ മരിച്ചിട്ടെങ്കിൽ ഏതാണ്ട് ലാഭം വന്നിരുന്നു ആരെയും പറയുമ്പോൾ മരിക്കുക എനിക്ക് 82 വയസ്സായി ഇങ്ങനെ എത്ര നാൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ഞാൻ നടക്കുന്നുണ്ട് ഇവൻ ഈ വഴി അല്ലാതെ വേറെ വല്ലതും പിടിക്കുന്നു ഞാൻ പറയാം നമ്മള് 2 കൈയും കൂടെ തല്ലി നമ്മൾ ഒരു സൈഡ് സൈലന്റ് ആകുക അതേ പറ്റൂ. നാട്ടുകാരെ